പാലക്കാട് KSRTC ബസ് മോഷണം പോകുന്ന ദൃശ്യങ്ങൾ പുറത്ത്. പ്രതി ബസ് ഓടിച്ച് കട തകർത്ത് പോകുന്ന CCTV ദൃശ്യങ്ങളാണ് പുറത്തു വന്നിരിക്കുന്നത്. പ്രതികൾക്കായുള്ള തിരച്ചിൽ തുടരുകയാണ്. സംശയിക്കപ്പെടുന്ന രണ്ടുപേരും ഒളിവിലാണ് എന്ന് ടൗൺ സൗത്ത് പോലീസ് അറിയിക്കുന്നു. ഷാരിഖ് നവാസ് ഞങ്ങളുടെ പ്രതിനിധിയുണ്ട് പാലക്കാട്ട് നിന്ന് വിവരങ്ങളുമായി. ഷാരിഖ്, ബസ് മോഷ്ടിച്ച് കട പൊളിച്ച് പുറത്തേക്ക് കൊണ്ടുപോകുന്ന ദൃശ്യങ്ങൾ CCTVയിൽ കാണുന്നുണ്ട്. പോലീസിന് ഇവരെക്കുറിച്ച് എന്തെങ്കിലും വിവരങ്ങൾ കിട്ടിയിട്ടുണ്ടോ? എന്താണ് ഏറ്റവും ഒടുവിൽ പോലീസ് പറയുന്നത്? ഗോപികൃഷ്ണൻ, രണ്ട് യുവാക്കളാണ് ഈ കൃത്യത്തിന് പിന്നിലെന്ന സൂചന പോലീസിന് ലഭിച്ചിട്ടുണ്ട്. ഇവർ രണ്ടുപേരും പാലക്കാട് നഗരത്തിലെ ആളുകളാണെന്നുള്ള ഉൾപ്പെടെയുള്ള വിവരങ്ങൾ പോലീസിന് ലഭിച്ചിട്ടുണ്ട്. ഈ നിർണായകമായ വിവരങ്ങളൊക്കെ പോലീസിന് ലഭിച്ചു കഴിഞ്ഞു. മാത്രവുമല്ല, ഈ ബസ് എടുത്തു കൊണ്ടുപോകുമ്പോൾ ധൃതിയിൽ ഇവർ കട ഇടിച്ച് തകർത്ത് മുന്നോട്ട് പോകുന്ന ഒരു CCTV ദൃശ്യവും അതുപോലെ തന്നെ മറ്റൊരു റോഡിൽ ബസ് പോകുന്ന ഒരു രണ്ട് CCTV ദൃശ്യങ്ങളാണ് പോലീസിന് ഇതിനോടകം ലഭിച്ചു കഴിഞ്ഞിരിക്കുന്നത്. ഇത് കേന്ദ്രീകരിച്ചാണ് പോലീസ് അന്വേഷിക്കുന്നത്. കഴിഞ്ഞ ഞായറാഴ്ച പുലർച്ചെ 2 മണിയോടുകൂടിയാണ് KSRTC ഡിപ്പോക്ക് പുറത്ത് നിർത്തിയിട്ടിരുന്ന KSRTC ബസ് ഇതുപോലെ KSRTC ജീവനക്കാരുടെ കണ്ണ് വെട്ടിച്ച് ഇവർ എടുത്തു കൊണ്ടുപോയത്. രണ്ട് യുവാക്കളാണ് ഇവർ ഇതിന് പിന്നിലെന്ന് പറയുന്നു. മാത്രമല്ല, ഇവർ ഇനി മദ്യലഹരിയിലാണോ മറ്റെന്തെങ്കിലും ലഹരിക്ക് പിന്നിൽ ഇത് ചെയ്തതാണോ എന്നുൾപ്പെടെയുള്ള അന്വേഷണവുമായി ബന്ധപ്പെട്ടാണ് പോലീസ് ഇപ്പോൾ നീങ്ങുന്നത്. എന്തായാലും ഈ രണ്ട് യുവാക്കൾക്കായുള്ള വ്യാപകമായ തെരച്ചിൽ പോലീസ് ഇതിനോടകം തന്നെ ആരംഭിച്ചു കഴിഞ്ഞു. ഈ കുറ്റകൃത്യത്തിന് ശേഷം ഇവർ രണ്ടുപേരും ഒളിവിലാണ്. എന്തായാലും ഇവർക്കായി തമിഴ്നാടും ഉൾപ്പെടെയുള്ള ഭാഗത്ത് പോലീസ് അന്വേഷണം നടത്തുന്നുണ്ട്. എന്തായാലും ഈ CCTV ദൃശ്യങ്ങൾ കേന്ദ്രീകരിച്ചാണ് ഇനി അന്വേഷണം മുന്നോട്ട് കൊണ്ടുപോകുന്നത്. ഇത്തരത്തിൽ രണ്ട് യുവാക്കളാണ് ഈ കുറ്റകൃത്യത്തിന് പിന്നിൽ എന്നുള്ള പോലീസിന് നിർണായകമായ വിവരങ്ങൾ ഇതിനോടകം തന്നെ ലഭിച്ചു കഴിഞ്ഞിട്ടുണ്ട്. ഗോപി, ശരി. ഷാരിഖ് നവാസ് ആണ് വിവരങ്ങൾ നൽകിയത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.